നേരത്തെ പറഞ്ഞ കുറേയേറെ കാര്യങ്ങൾ ഇതിനകത്ത് വരും അല്ലേ? തീർച്ചയായിട്ടും അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ആ പ്രദേശത്ത് അതായത് ഈ വടകരയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ഈ ഷാഫി എഫക്റ്റ് ഉണ്ടായി എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പുറത്തേക്ക് പോയാൽ പക്ഷേ അവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്നറിയോ, കേവലം മുസ്ലിം വോട്ടുകളുടെ ഏകീകരണമാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം എന്നൊക്കെ ഈ വളരെ പെരിഫറലായി ചില വിലയിരുത്തലുകൾ കണ്ട് നമ്മൾ പോകുന്നതുകൊണ്ട് പറയാം. ഈ അഴീക്കോട് എങ്ങനെയാണ് സുമേഷ് ജയിച്ചത്? അങ്ങനെ ഒരു വലിയ കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നെങ്കിൽ സുമേഷ് അവിടെ ജയിക്കുമായിരുന്നോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. പക്ഷേ സുമേഷ് അവിടെ ജയിച്ചു. അതായത് പറഞ്ഞത് സി പി ഐ എം തീരുമാനിച്ചവർ, അതായത് CPIM വോട്ടുകൾ തീരുമാനിച്ചവർ അവിടെ ജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോയിട്ടുണ്ട്, തരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ തലശ്ശേരിയിൽ അത്ര മോശം ഭൂരിപക്ഷം എന്ന് പറയാൻ കഴിയില്ല. 20,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ കാരായി രാജൻ വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതത്ര മോശം ഭൂരിപക്ഷം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 2021 മുമ്പ് 16-ലായാലും അതിന് മുമ്പുമൊക്കെ ഏതാണ്ട് അതിനേക്കാൾ താഴെ ഭൂരിപക്ഷത്തിന് മാത്രമേ അവിടെ ആളുകൾ ജയിച്ചു വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു, വലിയ ഭൂരിപക്ഷം എല്ലാവർക്കും കിട്ടി. അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ തലശ്ശേരിയിൽ ഏതാണ്ട് കിട്ടാവുന്ന ഭൂരിപക്ഷം കാരായി രാജന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ CPIM വോട്ടുകൾ ചിലരെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അവർക്ക് ആ വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ആളുകൾക്ക് ആ വോട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. മാത്രമല്ല, ഇപ്പോൾ ധർമ്മടം മണ്ഡലത്തിൽ അടക്കം ഞാൻ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ പോയപ്പോൾ കണ്ട ഒരു കാഴ്ച സനീഷ്, അവിടെ ആകെ ഒരു ആവേശമില്ലാത്ത അവസ്ഥ ധർമ്മടം മണ്ഡലത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതിയത് ധർമ്മടം മണ്ഡലത്തിൽ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും, അവിടെ സ്ഥിരമായി ഇങ്ങനെ ചെയ്യും, ആളുകൾക്ക് അതിൻ്റെ ഒരു ആലസ്യത്തിലേക്കായിരിക്കും പോവുക. എന്തായാലും ഇടതുമുന്നണി ജയിക്കും, അല്ലെങ്കിൽ പിണറായി വിജയൻ അവിടെ ജയിക്കും, അതിനപ്പുറത്ത് ഇപ്പോൾ വലിയ ഉത്സാഹത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള തോന്നലായിരിക്കും എന്ന് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെയല്ല, തീരുമാനിച്ച് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം ധർമ്മടം മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ 50,000-ൽ നിന്ന് ഈ 19,000-ലേക്കുള്ള ഒരു തകർച്ച. മാത്രമല്ല, പല കേന്ദ്രങ്ങളിലും അതിപ്പോൾ അതിനകത്ത് കുറച്ച് ഈ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണമൊക്കെ ഘടകമായിട്ടുണ്ടാകും. കാരണം ഈ വെള്ളാപ്പള്ളി നടേശൻ വിഷയവുമൊക്കെ അതിനകത്ത് കാരണമായിട്ടുണ്ട്, ആ പ്രചാരമൊക്കെ ഏറ്റിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ കൂടെ പോകുമ്പോഴാണ് പലപ്പോഴും വലിയ തിരിച്ചടി. അതായത് 5 റൗണ്ടിൽ പിന്നെ നിൽക്കുകയായിരുന്നു എന്നുള്ളത് ഓർക്കണം. പിണറായി വിജയൻ 6 റൗണ്ടിൽ നിൽക്കുകയായിരുന്നു. അത് അത്തരം സാഹചര്യമൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. പിന്നെ ആളുകൾക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ശൈലജ ടീച്ചറിന് അത് UDFൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ്, ഉറച്ച മണ്ഡലമാണ്. ശൈലജ ടീച്ചർ പോയി മത്സരിച്ച മണ്ഡലം എന്തിനാണ് മട്ടന്നൂരിൽ നിന്ന് മാറ്റിയത് എന്ന ചോദ്യത്തിന് ശക്തമായി നേരിടാൻ വേണ്ടിയിട്ടാണല്ലോ മട്ടന്നൂരിലേക്ക് മാറ്റിയിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ഉയർന്ന ഒരു പ്രധാന ചോദ്യം, എന്താ പിന്നെ പിണറായി തന്നെ അവിടെ മട്ടന്നൂരല്ല ഈ പേരാവൂരിൽ പോയി മത്സരിക്കുന്നതല്ലേ നല്ലത്? ശക്തമായ പോരാട്ടം നടത്തി ആ മണ്ഡലം പിടിച്ചെടുക്കാമല്ലോ. പിടിച്ചെടുക്കാനാണ് അങ്ങോട്ട് വിട്ടത് എന്നുള്ള വിശദീകരണം പാർട്ടിയിൽ നിന്ന് വരുമ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവിടെ ഉയർന്നത്. അവിടെ ഞാൻ സനീഷിനോട് പറഞ്ഞായിരുന്നല്ലോ, ആ മണ്ഡലത്തിൽ പോകുമ്പോൾ ഒരു കുടുംബത്തിൽ അവിടുത്തെ എന്താ വെച്ചാൽ ഉറച്ച കോൺഗ്രസ് കുടുംബത്തിൽ കയറി സംസാരിക്കുമ്പോഴാണ് അവർ 2 മനസ്സിൽ നിൽക്കുകയാണ്. ഇത് ഉറച്ച കോൺഗ്രസ് കുടുംബമാണ്, ആ സ്ത്രീ 2 മനസ്സിൽ നിൽക്കുകയാണ്. ഇത്തവണ ടീച്ചർക്ക് കൊടുത്താലോ എന്നുള്ള ഒരു ആലോചനയിൽ. എന്താ കാരണം? അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിട്ടിരിക്കുകയല്ലേ എന്നുള്ളത്. ഇത് അവിടുത്തെ മാത്രം ചിന്തയല്ല, ഇത് ആ മണ്ഡലത്തിലും കേരളത്തിൽ തന്നെയും ഉണ്ടായ ഒരു ചിന്തയുടെ ബാക്കിയാണ്. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ CPIMനെ സംബന്ധിച്ചിടത്തോളം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായി തന്നെയാണ് രക്തസാക്ഷികൾ എന്നുള്ള ഒരു സംഗതി വരിക. കാരണം രക്തസാക്ഷികൾക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ പാർട്ടി, അതായത് രക്തസാക്ഷികൾക്കപ്പുറം വേറെ ഒന്നുമില്ല എന്നാണ്. ആ രക്തസാക്ഷികൾക്ക് മേലാണ് പാർട്ടിയെ കെട്ടിപ്പടുത്തിട്ടുള്ളത് എന്നാണ് എപ്പോഴും പറയുക. അത്രയ്ക്ക് വൈകാരികമായ ഒരു ബന്ധമാണ് രക്തസാക്ഷികളോടുള്ളത്. രക്തസാക്ഷികൾക്ക് മാത്രമേ കീഴ്പ്പെടൂ എന്നാണല്ലോ പറയുന്നത്. ആ രക്തസാക്ഷി ഫണ്ടിൽ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണത്തെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കേരളത്തിൽ മറ്റെല്ലായിടത്തുമുള്ള CPM അണികളോ പാർട്ടി പ്രവർത്തകരോ ഒന്നും വിശ്വസിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. പക്ഷെ കണ്ണൂരിൽ തന്നെയുള്ള നേതാക്കന്മാരാണ് ഇത് പറയുന്നത്. കണ്ണൂരിലുള്ള നേതാക്കന്മാർക്കാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത്. ഇനി അങ്ങനെ ഒരു വെട്ടിപ്പ് നടന്നിട്ടില്ലെങ്കിൽ കൂടി ആ ഒരു ആരോപണത്തെ അത്ര എളുപ്പത്തിൽ പ്രതിരോധിക്കുക സാധ്യമല്ല. അല്ലെങ്കിൽ അത്ര ക്ലിയറായി ബോധ്യപ്പെടുന്ന തരത്തിൽ അതിൻ്റെ തെളിവുകൾ എടുത്ത് മുന്നോട്ട് വെക്കണം. അപ്പോൾ പറയുന്നത് അതിങ്ങനെ പൊതുസമക്ഷം അവതരിപ്പിക്കേണ്ട വിഷയമല്ലത് എന്നതാണ് പാർട്ടി നിലപാട്. അതായിരിക്കാം കാലങ്ങളായി പാർട്ടി സ്വീകരിക്കുന്ന നിലപാട്. പക്ഷേ അങ്ങനെ ഒരു ആരോപണം പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്ന സ്ഥിതിക്ക് ആ ആരോപണത്തെ പ്രതിരോധിക്കാവുന്ന ഒരു സംഗതിയല്ല.
ആ വൈകാരികമായുള്ള വോട്ട് ഒരുപക്ഷെ ഈ പറഞ്ഞ രക്തസാക്ഷികൾക്ക് വേണ്ടിയുള്ള ഒരു വോട്ടായി കുറേ ആളുകൾ മാറ്റി ചിന്തിച്ചിട്ടുണ്ടാകാം, ചെയ്തിട്ടുണ്ടാകാം തന്നെയാണ് ഞാൻ കരുതുന്നത്. കണ്ണൂരിൽ ഇതെല്ലാമാണ് ഇതിൻ്റെ ഇതെല്ലാം ചേർന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് കണ്ണൂരിൽ എനിക്ക് തോന്നുന്നത്. സനീഷിന് എന്താ തോന്നുന്നത്? ഇതാണ് അത് തന്നെയാണ് ഹർഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യങ്ങളിലൊക്കെ അതിനകത്തുണ്ട്. ഇത് ഈ നമ്മൾ പറഞ്ഞതുപോലെ പല ചോദ്യങ്ങൾക്കും വിശദീകരണം വന്നില്ല. അതായത് ഈ പാർട്ടി നമ്മളിപ്പോൾ ഈ പരാജയം ഉണ്ടായപ്പോൾ നമ്മൾ തിരിഞ്ഞു നിന്ന് ആലോചിക്കുമ്പോൾ, തിരിഞ്ഞു നിന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ എന്താ തൽക്കാലം നമുക്ക് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, നമ്മൾ അത്ര ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് കൃത്യമായിട്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വരെ നോക്കണമല്ലോ. ആ ആംഗിളിലാണ് നമുക്ക് പൂർണ്ണമായിട്ട് കാര്യങ്ങൾ വിരിഞ്ഞു വരിക. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ വിജയിച്ച ആളുകളുടെ കാര്യത്തിൽ നമ്മളങ്ങനെ കുറ്റപ്പെടുത്തി നോക്കേണ്ട കാര്യം സാഹചര്യമേ ഇല്ലല്ലോ. അപ്പോൾ അവരെ കുറ്റപ്പെടുത്തി നോക്കുമ്പോൾ എന്താണ്, അവർ പല ചോദ്യങ്ങളോടും ഒരു പുച്ഛം കാണിച്ചു എന്ന തോന്നലാണ് പൊതുജനത്തിന് വന്നിട്ടുണ്ടാവുക. അതായത് ഇപ്പോൾ രക്തസാക്ഷി ഫണ്ടിൻ്റെ കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ മറ്റ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി മാത്രം കേന്ദ്രീകൃതമാകുന്നു, എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാത്രം പടം ഇതിൽ വരുന്നു, അദ്ദേഹം ഈ ഇപ്പോൾ പറഞ്ഞ ശൈലജയുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം വരുമ്പോൾ അതിന് മതിയായ വിശദീകരണം കൊടുത്തില്ല എന്ന് പോട്ടെ, കൊടുക്കേണ്ടതില്ല എന്ന ഭാവപ്രകടനവും കൂടെ വന്നു എന്നൊരു തോന്നൽ അവിടുത്തെ പാർട്ടിക്കാർക്ക് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് മറുപടി തന്നില്ല എന്നതല്ല, മറുപടി എന്തിനു അർഹിക്കുന്നില്ല മറുപടി എന്നാണ്. അത് അങ്ങനെ ഇല്ലല്ലോ. അതായത് നിങ്ങൾക്കെതിരായിട്ട് രാഷ്ട്രീയത്തിൽ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാത്തിനെക്കുറിച്ചും വിശദീകരിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേട്ട വിശദീകരണത്തിൻ്റെ 99% ശതമാനവും 99% വിശദീകരണവും ഈ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചാണ്. അതെല്ലാവർക്കും അറിയാം. അത് റോഡുമലൊക്കെ ഉണ്ട്, നമ്മൾ കണ്ണിൽ കാഴ്ചയായിട്ട് കാണുന്നുണ്ട്, പെൻഷൻ വന്നിട്ടുണ്ട്, എല്ലാം നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അറിയാത്ത ഒരു ചില ചോദ്യങ്ങളെക്കുറിച്ചിട്ട് അതിന് വിശദീകരണമേ ഇല്ല. അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷക്കാർക്ക് തന്നെയാണ് ആ പ്രശ്നം ഉണ്ടാവുക. അങ്ങനെ ഞങ്ങളുടെ പാർട്ടിക്ക് മുകളിലാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളെ, അതായത് അവരെ ഈ പാർട്ടി പഠിപ്പിച്ച ചോദ്യം ചെയ്യൽ ശേഷിയോടാണ് ഈ പാർട്ടി തന്നെയും മത്സരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതിനോട് ഏറ്റുമുട്ടി വീണതാണ് പാർട്ടി. അല്ലെങ്കിൽ കണ്ണൂർ ഈ റിസൾട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. ധർമ്മടത്ത് 7 റൗണ്ട് ധർമ്മടം 7 റൗണ്ട് കഴിഞ്ഞിട്ടാണ് 7ാമത്തെ റൗണ്ടിലാണ് പിണറായി വിജയൻ നിവർന്നു നിന്നത്. അത്രയും നേരം ചെറുപ്പക്കാരൻ പിണറായി വിജയൻ എന്ന ഇത്രയും സീസൺഡായിട്ട് ഇത്രയും വലിയ ഒരു നേതാവിനെ താഴെ നിർത്തിയിരിക്കുകയായിരുന്നു. റഷീദ് താഴെ നിർത്തിയിരിക്കുകയായിരുന്നു. അബ്ദുൾ റഷീദ് 7ാമത്തെ റൗണ്ടിലാണ് അദ്ദേഹത്തിന് തലപൊക്കാൻ പറ്റിയത്. എത്രയാണ് 50,000 39,000 കിട്ടിയ സ്ഥലം എന്ന് വെച്ചാൽ ഈ പറയുന്ന പാർട്ടി ഒരു കാര്യം പറഞ്ഞ് എന്തും നടപ്പാക്കിയെടുക്കാൻ പറ്റുന്നു മനസ്സിലാകുന്ന സമയത്ത് തലമുറകളായിട്ട് CPM-നും മാത്രം വോട്ട് ചെയ്യുന്ന സ്ഥലത്തെ ആളുകളാണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയം വിട്ടിട്ട് ഇതൊക്കെ ശരിയായിരിക്കണമെന്നില്ല. പക്ഷേ ആ നരേറ്റീവ് ഉണ്ടല്ലോ, അതായത് ഇത് നമ്മളിതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ കാണേണ്ടതൊരു കാര്യം, ഒരു വലിയ മെഷീനറി മൊത്തമായിട്ട് CPM-നെതിരെ വർക്ക് ചെയ്യായിരുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ കാണാതിരിക്കരുത്. ഒരു വലിയ സംവിധാനം എന്ന് വെച്ചാൽ ആളുകളുടെ ഫോണിലേക്ക് വരുന്നൊരു സംവിധാനം അപ്പാടെ തന്നെയും CPM ഇതാ കുഴപ്പക്കാരാണ്, പിണറായി ഇതാ പ്രശ്നമാണ് എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനോടുള്ള മറുപടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എടുക്കേണ്ടത് അതേക്കുറിച്ച് സംസാരിക്കുക എന്നത് മാത്രമാണ്. സുതാര്യമായിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുക, വരുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചോദ്യത്തിന് അടുത്ത കമ്മിറ്റിക്ക് ശേഷം മറുപടി അതെ സുതാര്യമാക്കുക കാര്യങ്ങളെന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാഥമികമായ ചുമതലയാണ്. എന്ന് മാത്രമല്ല 2 ടേമായിട്ടൊക്കെ കേരളം പോലൊരു സർക്കാർ സ്ഥലം ഭരിക്കുന്ന ഒരു സ്ഥലത്ത് രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ഉയരുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള വിശദീകരണം സുതാര്യമാക്കിയിട്ട് തെളിനീർ വെള്ളം പോലെ ആക്കി കൊടുക്കുക എന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്തമായിരുന്നു. പക്ഷേ അതിന് പകരം എന്താ കണ്ടില്ലേ, ഞങ്ങൾ റോഡുണ്ടാക്കിയിരിക്കുന്നു എന്ന് സർക്കാർ പറയേണ്ട കാര്യമില്ല. റോഡുണ്ടാക്കിയ ജനം കാണുന്നുണ്ട്, റോഡുണ്ടാക്കിയ സന്തോഷം ആളുകൾക്കുണ്ട്. പക്ഷേ ഈ പറയുന്ന എന്തുകൊണ്ട് കണ്ണൂരിൽ ഈ തിരിച്ചടിയിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. കണ്ണൂരിൽ, അതായത് ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇത് ആകപ്പാടെ CPM-ൻ്റെ കൈവശത്ത് നിന്ന് ഒലിച്ചുപോയി എന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. ഈ വോട്ടുകളെല്ലാം നാളെ തിരിച്ചു വരാനുള്ളത് എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുകയാണ്. മറിച്ച് ചില സംഭവങ്ങൾ ഇപ്പോൾ BJP ഒക്കെ അവിടെ നിൽക്കുകയാണ്, വേറെ ചില രാഷ്ട്രീയ സംഗതികൾ വന്ന് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയിട്ടില്ലെങ്കിൽ ഈ വോട്ടെല്ലാം ഇവരിലേക്ക് തിരിച്ചു വരാനുള്ളതാണ്. ഇപ്പം ഞങ്ങൾ പരിശോധിച്ച കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, അത് ഇതുമായിട്ട് കണ്ണൂരിലെ വിഷയം മാത്രം കണ്ട് പറയുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ അടുത്തത് തമിഴ്നാടും ബംഗാളും ഒക്കെ ചർച്ച ചെയ്യുമല്ലോ. നമ്മുടെ രാജ്യത്ത് ആകപ്പാടെ തന്നെയും ഒരു പുതിയ രാഷ്ട്രീയം കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഉണ്ട്. അത് പതുക്കെ കിനിഞ്ഞാണ് കേരളത്തിലേക്ക് വരുന്നത്. ആ പുതിയ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഇപ്പോൾ BJP-യുടെ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന നിലക്കല്ല ഞാൻ പറയുന്നത്, മറിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലി ആകെ തന്നെയും പഴയ ശൈലിയിൽ നിന്ന് മാറ്റുന്ന വേറെ പ്രചണ്ഡമായിട്ടുള്ള സംഗതികളുണ്ട്. അതായത് ഇപ്പോൾ കേരളത്തിലേക്ക് ഹിന്ദുത്വ രാഷ്ട്രീയം, ഇവിടെ 27% മുസ്ലിങ്ങളുള്ള എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ വസിക്കുന്ന സ്ഥലത്തേക്ക് ഹിന്ദുത്വ രാഷ്ട്രീയം അങ്ങനെ വരില്ല എന്നായിരുന്നു കുറേ കാലം മുമ്പെങ്കിൽ ഈ ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. അത് BJP രാഷ്ട്രീയം വരുന്നത് ഓരോ സ്ഥലത്തേക്കും വേണ്ട തനിത്തനി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അല്ലാണ്ട് ഇപ്പം ഉത്തർപ്രദേശിൽ പറയുന്ന ഒരു മുസ്ലിം വിരുദ്ധ റട്ടറിക്ക് ഇവിടെ അവർ പറയില്ല.
ഇവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാണ് പറയുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഈ ന്യൂനപക്ഷം മുസ്ലിങ്ങൾ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യത്തെ പിറ്റേന്ന് തന്നെ എതിർക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. അല്ലാതെ ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനൊരു പരസ്യമായിട്ടുള്ള വർത്തമാനം ഉണ്ടായില്ലല്ലോ. അപ്പോൾ അത്തരം രാഷ്ട്രീയം ഒരു പുതിയ തരം രാഷ്ട്രീയ സംഗതി, അതായത് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ അവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡ കക്ഷികളെ തള്ളിയിട്ടൊരു പുതിയ രാഷ്ട്രീയം വരികയാണ്. ബംഗാളിൽ അവിടെ പിന്നെ 30 കൊല്ലം കൂടുമ്പോൾ അങ്ങോട്ട് മാറുന്നതാണ്, 15 കൊല്ലം കൂടുമ്പോൾ ബംഗാളിൽ അവർക്ക് തീരെ പരിചയമില്ലാത്ത, അതായത് അവിടെയും പുതുമയുള്ളതാണ് ഈ BJP. അതായത് മമത അവരോട് ചേർന്നതുകൊണ്ട് കുറച്ചു കാലം BJPക്ക് അവിടെ ഒരു പച്ചയുണ്ട് എന്നല്ലാതെ ആ രാഷ്ട്രീയം അവിടെ സ്ഥാപിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷം, പിന്നെ ഈ ജയ് ബംഗാളിൻ്റെ ഒരു പ്രൈഡിനെ പറ്റിയുള്ള കാര്യം, പിന്നെ ഈ മത്സ്യവും മാംസവും ഒക്കെ കഴിക്കുന്ന ഹിന്ദുക്കൾ എന്ന മട്ടിലൊക്കെയുള്ള വേറെ തരം സംഗതികളിലേക്ക്, പിന്നെ ഈ പറഞ്ഞ വലിയ മുസ്ലിം വിരോധമൊന്നുമില്ല, അങ്ങനെയുള്ള സ്ഥലത്തേക്ക് BJP ഫ്രഷായിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു കിനിഞ്ഞിറങ്ങൽ സംഗതി കേരളത്തിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിനോട് പരിചയിച്ച ആളുകൾ കൂടെയാണ് ഇവിടുത്തെ വോട്ടർമാർ, ഇടതുപക്ഷ വോട്ടർമാർ, CPM വോട്ടർമാരെന്നത് കാണണം. CPM ആണ് പറഞ്ഞാൽ ഉടനെ പറഞ്ഞ സ്ഥലത്ത് ചെയ്യും എന്ന പണ്ടൊക്കെ ആളുകൾ പറയില്ലേ, എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അവിടെ ചെന്ന് അരിവാൾ ചുറ്റി കുത്തിപ്പോകുമെന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ ഇല്ല. അവരെ സംബന്ധിച്ച് BJP രാഷ്ട്രീയം അപ്പുറത്തുള്ളത് കൊണ്ട് അവരെ സംബന്ധിച്ച് ഒരല്പം വിശാലമായിട്ടുള്ള ഇടതുപക്ഷം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും അവരെ സംബന്ധിച്ച്. അത് ഇവിടുത്തെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത തോതിൽ കോൺഗ്രസിനെ എതിർക്കുന്ന, VD സതീശനെ വല്ലാത്ത തോതിൽ അറ്റാക്ക് ചെയ്യുന്ന ഇടതുപക്ഷക്കാരൊക്കെ ഉണ്ടെങ്കിലും സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന, CPMന് വോട്ട് ചെയ്യുന്ന CPMകാർ തന്നെയായിട്ടുള്ള CPM കുടുംബങ്ങളിൽ തന്നെ ആളുകൾക്ക് ഇടതുപക്ഷം കോൺഗ്രസ് എന്നുള്ളത് ഒരല്പം എക്സ്റ്റെൻഡ് ചെയ്ത ഇടതുപക്ഷമാണ്. കാരണം കൃത്യമായിട്ടുള്ള റൈറ്റ് വിങ് അപ്പുറത്ത് BJP ആയിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അവർ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് എന്നത് അവിടെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ഇന്ത്യ സഖ്യത്തിനകത്താണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇടതുപക്ഷം എന്നുള്ളത് നേരത്തെ ഉള്ളതുപോലെ കോൺഗ്രസ് വലതുപക്ഷം, നമ്മൾ ഇടതുപക്ഷം എന്ന വലിയ വിഭജനം ഇവിടെ അങ്ങനെയില്ല. ഇപ്പോഴും 3 സീറ്റേ ഉള്ളൂ, 15% താഴെ BJPക്ക് വോട്ടുള്ളൂ. BJP അപ്പാടെ ഇവിടെ ഒരു ബ്ലോക്ക് ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ BJPയുടെ രാഷ്ട്രീയം എന്നത് അപ്പുറത്തെ വലിയ വലതുപക്ഷമായിട്ട് നിൽക്കുമ്പോൾ കോൺഗ്രസിനെ കൂടെ വേണമെങ്കിൽ ചെന്ന് വോട്ട് ചെയ്യാവുന്ന ഒരു ഇടതുപക്ഷ സർക്കിളായിട്ടാണ് നമ്മുടെ CPMകാർ കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരു പുതിയ സംഗതിയാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്പേസ് എടുത്ത് നാളെ BJP പെട്ടെന്ന് അങ്ങോട്ട് വളർന്ന് ഇവിടെ അധികാരത്തിലെത്തും എന്ന് കരുതിയേ വേണ്ട. ഇല്ല, അത് എളുപ്പമെന്നല്ല, അത് അസാധ്യമായ കേരളത്തിൽ അങ്ങനെ ബംഗാളിലെ പോലെ നടക്കില്ല. അത് എളുപ്പത്തിൽ സാധ്യമാവില്ല. ഇടതുപക്ഷം എന്നത് അതിൻ്റെ ഈ പരിമിതമായ രൂപത്തിലായാലും ഇവിടെ നിൽക്കുന്നിടത്തോളം ഇവിടെ BJPക്ക് അധികം, കോൺഗ്രസ് തുടർച്ചയായി ചിലപ്പം വേണമെങ്കിൽ ഭരിച്ചേക്കാം. ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പോലും ഒരു 5 വർഷത്തേക്കുള്ള ഭരണമല്ല. ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അടുത്ത 10 വർഷം എന്നുള്ളത് തന്നെയാണ്. തുടർഭരണം സാധ്യമാണ് കേരളത്തിൽ എന്നുള്ളത് തിരിച്ചറിയുന്നു. ആ തുടർഭരണമാണ് അവർ ആഗ്രഹിക്കുന്നത്. VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇനിയിപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ നമുക്കത് പറയാൻ സമയമുണ്ടെന്ന് പറഞ്ഞു, ആ സമയം കിട്ടാത്തതുകൊണ്ട് അതുകൂടെ പറയാം. VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാവ്യനീതി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവിടെ പലതരത്തിലുള്ള താല്പര്യങ്ങളും അവിടെ പ്രവർത്തിച്ചു വന്നിരുന്നു. ഇപ്പോൾ KC വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, അതുകൊണ്ട് KC വേണുഗോപാലിനെ അയക്കണമെന്നുള്ള ആവശ്യം ഉയരും എന്ന് കേൾക്കുന്നു. ആ നിലയ്ക്കുള്ള ചർച്ചകൾ സജീവമായി. പക്ഷേ ഇനി അതിനൊന്നും പ്രസക്തിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോൾ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാമെന്നുള്ള ഒരു ആലോചനയിലേക്ക് കാര്യങ്ങൾ പോയാൽ 2006 ഒരുപക്ഷെ ആവർത്തിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. VS അച്യുതാനന്ദന് വേണ്ടി ഇവിടെ തെരുവിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയതുപോലെ VD സതീശന് വേണ്ടി ഇവിടെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയേക്കും. അതിനുള്ള അവസരം കൊടുക്കില്ല ഈ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എന്നാണ് ഞാൻ കരുതുന്നത്. KC വേണുഗോപാലും ആ നിലയ്ക്ക് പ്രവർത്തിക്കില്ല എന്ന് വേണം തൽക്കാലം കരുതാൻ. മറ്റൊരു കാര്യം കൂടിയുണ്ട് സനീഷേ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 1063 MLA കോൺഗ്രസിനുണ്ട്. ലീഗിൻ്റെ വലിയ ഉറച്ച പിന്തുണ VD സതീശനുണ്ട്. ലീഗിൻ്റെ, കാരണം അത് നിലപാടിനുള്ള പിന്തുണയാണ് ലീഗ് കൊടുത്തിരിക്കുന്നത്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. മറ്റ് ചെറിയ ഒരാളും രണ്ടാളുമായിട്ട് വിജയിച്ചു വന്നിരിക്കുന്നവരെല്ലാവരും അവരൊക്കെ പ്രധാനികളും പ്രമാണികളും തന്നെയാണ്. ഇപ്പോൾ CP ജോണിനെ പോലെ, KK രമയെ പോലെയൊക്കെയുള്ള ആളുകൾ, PJ ജോസഫ്, ഇവരെല്ലാവരും, ഞാൻ മനസ്സിലാക്കുന്നത് PJ ജോസഫൊക്കെ വിളിച്ച് VD സതീശന് ഒരു ദൈവ നിയോഗമായി ഇതങ്ങ് ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ഒരു 10-28 MLA ഇപ്പോൾ തന്നെ VD സതീശനൊപ്പം നിൽക്കാൻ തയ്യാറുള്ളവർ ഉണ്ട്. ആ നിലയ്ക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനി VD സതീശനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആലോചനയിലേക്ക് കോൺഗ്രസ് പോകാതിരിക്കുകയായിരിക്കും നല്ലതെന്നും എനിക്ക് തോന്നുന്നത്. പോകില്ലായിരിക്കും. അതായത് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത് വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ VD സതീശൻ മുഖ്യമന്ത്രിയാകും തന്നെയാണ്. അത് പറഞ്ഞപ്പോൾ VD സതീശനെ പറ്റി ഒരു പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് ഇടവേളയിലേക്ക് പോകാം. അതിതാണ്, അതായത് VD സതീശൻ ഈ തുടർഭരണത്തിലേക്ക് പോകാൻ അവർ ശ്രമിക്കും എന്ന് പറഞ്ഞത് വസ്തുതയാണ്. അതായത് VD സതീശൻ പിന്തുടരാൻ ശ്രമിക്കുന്ന ട്രാക്ക് പിണറായി വിജയൻ്റെതാണ്.
അത് എനിക്ക് നേരത്തെ തന്നെ തോന്നിയാണ്. അത് പിണറായി വിജയൻ, വി ഡി സതീശൻ, അത് ഞാൻ നന്നായിട്ട് പിണറായി വിജയനെ പഠിച്ചിട്ടുണ്ട് എന്നൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് നേരത്തെ പറഞ്ഞ് ഞാനിപ്പോൾ കേട്ടു. അതപ്പോൾ അദ്ദേഹം പിണറായി വിജയൻ എങ്ങനെയാണ് വിജയമുണ്ടാക്കിയത്, പിണറായി വിജയൻ എന്താണ് ചെയ്തത് എന്ന് അദ്ദേഹം നന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പിണറായി വിജയനുമായുള്ളൊരു അഭിമുഖം സഭാ ടി വിയിൽ വി ഡി സതീശൻ്റേതായിട്ട് മുമ്പ് വന്നത് ഞാൻ ഓർക്കുന്നു. വളരെ പരസ്പര വളരെ ബഹുമാനത്തോടെയാണ് സതീശൻ പിണറായി വിജയനോട് സംസാരിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഹർഷ, ഇത് ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ ചിരിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ പിണറായി വിജയൻ എന്ന് അദ്ദേഹം വാങ്ങിയ ഒരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ അഗ്രസീവ് ആകുക എന്ന സംഗതിയാണ്. അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അനാവശ്യമായിട്ടും നമ്മൾ അനാവശ്യമാണ് എന്തിനാണ് അദ്ദേഹം ചൂടാകുന്നതെന്ന് തോന്നുന്ന വിധത്തിൽ മുഖം ചൂടായിട്ട് സംസാരിക്കുന്ന വി ഡി സതീശനെ നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇതെൻ്റെ ഒരു തോന്നലാണ്, പിണറായി വിജയനെ പോലെ മാധ്യമങ്ങളാൽ എതിർക്കപ്പെട്ട ഒരു നേതാവില്ല. പിണറായി വിജയനെ പോലെ ക്യാമറകൾക്ക് നേരെ റഫായിട്ടുള്ള മുഖം കാണിച്ച മറ്റൊരു നേതാവില്ല. സതീശന് സത്യം പറഞ്ഞാൽ അത്ര വലിയ എതിർപ്പൊന്നും മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ പിണറായി വിജയൻ എന്ന പോലെ തന്നെയാണ് സതീശൻ അത് അങ്ങോട്ട് അഗ്രസീവായിട്ട് പെരുമാറിയത്. മാധ്യമങ്ങളോട് ചൂടാകുമ്പോൾ മാധ്യമങ്ങളെ രണ്ട് ചീത്ത വിളിച്ചാൽ നാട്ടുകാർക്ക് അത് ഇഷ്ടമാണ് എന്നൊരു പോയിന്റ് എങ്ങനെയോ പിണറായി വിജയൻ എന്ന് വി ഡി സതീശൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലായിരിക്കുന്നുണ്ട്. ചിലപ്പോൾ തമാശയായിരിക്കാം, പക്ഷേ അത് അദ്ദേഹം ആ ട്രാക്ക് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണഫലം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തേത് വികസന കാര്യത്തിൽ, അതായത് കേരളത്തിൽ 10 കൊല്ലം ഭരിച്ചിട്ട് പിണറായി വിജയൻ ഉണ്ടാക്കിയ ഈ സംഭവം ഉറപ്പായിട്ടും വി ഡി സതീശൻ തുടരാൻ ശ്രമിക്കും. വികസനം, മെച്ചപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കുക. ഇപ്പോൾ അതിനു മുമ്പ് ചില യൂട്യൂബേഴ്സിനെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ വി ഡി സതീശൻ പറഞ്ഞ പല കാര്യങ്ങളും ഇടതുപക്ഷക്കാർ കളിയാക്കി. പക്ഷേ അദ്ദേഹം വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള പല പരിപാടി നടക്കുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇന്നോവേറ്റീവായിട്ടുള്ള വളരെ ആധുനികമാണെന്ന് തോന്നുന്ന പല പദ്ധതികളും അദ്ദേഹം പറയേണ്ടായിരുന്നു. കടലിലൂടെ ട്രാക്ക് പോകുന്നതൊക്കെ പറഞ്ഞിട്ട് അല്ലേ, അതിന് ആളുകൾ കളിയാക്കുന്ന കണ്ടിരുന്നു. പക്ഷേ കേൾക്കുമ്പോൾ കൊള്ളാലോ എന്ന് തോന്നുന്നു. വേറെ പ്രഖ്യാപിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ട വേറെ ആദ്യത്തെ അല്ല, അതിലേക്ക് വല്ലാതെ വിശദമായിട്ട് പോകണ്ട. ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ആശാവർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കും എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ സമരവേദി അല്ല, അതവർ നടപ്പാക്കട്ടെ. അപ്പോൾ ഈ വികസനം എന്ന സംഗതിയിൽ എന്ന് വെച്ചാൽ വലിയ സ്ട്രക്ചേഴ്സും കേരളം വളരെ മോഡേൺ ആയിരിക്കുന്ന സ്ഥലമായിരിക്കുന്നതിനെ പിണറായി വിജയൻ കൺസീവ് ചെയ്ത പോലെ തന്നെ ഇദ്ദേഹം ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്. നമുക്ക്